വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം താൻ പ്രാപിക്കേണ്ടതായ ദൈവസന്നിധിയിൽ താൻ നേടിയെടുക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ചിന്താവിഷയം ദൈവസന്നിധിയിൽ നാം പ്രാപിച്ചെടുക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ്. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ, സ്വർഗത്തിലെ ദൈവം നമ്മോട് ഇന്നും സംസാരിക്കട്ടെ. 39-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപ് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമതായി നാം പ്രാപിക്കേണ്ടത് ഉന്മേഷമാണ്, ചൈതന്യമാണ്. ക്ഷീണിച്ച് തളർന്ന് മടുത്തിരിക്കുകയാണെങ്കിൽ ഈ ദൈവത്തിന്റെ വചന ശുശ്രൂഷ ദൈവസന്നിധിയിൽ ഉന്മേഷം പ്രാപിക്കുന്നതിന്, ദൈവസന്നിധിയിൽ ചൈതന്യം പ്രാപിക്കുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആത്മീക ജരാനരത്തം പ്രാപിച്ച ആളുകൾ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുവാൻ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, യോസഫ് അയച്ച രഥങ്ങളും കുതിരകളും കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, ദൈവസന്നിധിയിൽ ദൈവമക്കൾ ചൈതന്യം പ്രാപിക്കേണ്ടതിന്, ഉന്മേഷം പ്രാപിക്കേണ്ടതിന് ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താട്ടെ. എബ്രായ ലേഖനം 6-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, വാഗ്ദത്ത വിഷയം പ്രാപിക്കേണ്ടതിന് എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. രണ്ടാമതായി പ്രാപിക്കേണ്ട കാര്യം വാഗ്ദത്ത വിഷയമാണ്, വാഗ്ദത്തങ്ങളാണ്. നിങ്ങളോട് ദൈവവചനം നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ, നിങ്ങൾ പാട്ടുകൾ പാടിയപ്പോൾ, നിങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ, കർത്തൃദാസന്മാരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചന ശുശ്രൂഷയുടെ നടുവിൽ നിങ്ങളോട് ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പ്രോമിസുകൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഏതെങ്കിലും പ്രൊഫസി ദൈവം തന്നിട്ടുണ്ടോ? അത് നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. മിസ്രൈമിൽ കടന്ന ദൈവജനം, ആമേൻ, 30 ലക്ഷം പേർ വാഗ്ദത്തം കേട്ടെങ്കിലും ആ പഴയ തലമുറയിൽ 2 പേർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ആമേൻ ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും വിരുദ് പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് കേട്ട വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്താട്ടെ. എബ്രായ ലേഖനം 8-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ശുശ്രൂഷ പ്രാപിക്കണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതാണ് നിങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നത്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 5-6 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്കുള്ള പ്രാപ്തി അത് ഞങ്ങൾ സ്വയം പ്രാപ്തരായി എന്നല്ല, മറിച്ച് ഇത് ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ ഞങ്ങളെ പ്രാപ്തരാക്കി എന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ മക്കളെ ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ശുശ്രൂഷിപ്പാൻ, ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ദൈവസന്നിധിയിൽ താണിരുന്ന് പ്രാപിച്ച് അത് പൗലോസിനെ പോലെ പകർന്നു കൊടുക്കുവാൻ, അത് കൃപകൾ പ്രാപിപ്പാൻ, ശുശ്രൂഷകൾ പ്രാപിപ്പാൻ, ദൈവാത്മാവിന്റെ നിയോഗം പ്രാപിപ്പാൻ നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം, അവിടെ ദൈവദാസന്മാരെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അവൻ പുറമേയുള്ളവരോട് സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം. ദൈവത്താലും മനുഷ്യനാലും സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം ഒരു ദൈവത്തിന്റെ ദാസൻ, ഒരു ദൈവത്തിന്റെ പൈതൽ. ഇയ്യോബിനെ നോക്കുക, ഇയ്യോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു, ഇയ്യോബിനെ കുറിച്ച് പിശാച് സാക്ഷ്യം പറഞ്ഞു, ഇയ്യോബിനെ കുറിച്ച് തന്റെ ഭാര്യ സാക്ഷ്യം പറഞ്ഞു. ഇയ്യോബ് എല്ലാവരാലും സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു. നശിച്ചു പോകുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് സൗരഭ്യവാസനയാകുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നാം സാക്ഷ്യമുള്ളവരായി തീരണം. സകല മനുഷ്യരും വായിക്കുന്ന പത്രം നിങ്ങൾ തന്നെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ 5-ാമത്തെ സുവിശേഷമാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. 4 സുവിശേഷം നാട്ടുകാർ വായിച്ചില്ലെങ്കിലും നാട്ടുകാർ വായിക്കുന്ന ഒരു സുവിശേഷമാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് നമ്മിൽ നിന്നും നല്ല വാർത്തകൾ, നല്ല സുവിശേഷ സന്ദേശം കേൾക്കുക മാത്രമല്ല, അതുപോലെ ജീവിച്ച് സാക്ഷ്യമുള്ളവരായി തീരുവാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കാലേബ് ഒരു സാക്ഷ്യം പ്രാപിച്ചു, അവൻ വേറെ ഒരു ഹൃദയമുള്ളവനായിരുന്നു. യോശുവ ഒരു സാക്ഷ്യം പ്രാപിച്ചു, അവൻ കൂടാരം വിട്ടുപിരിയാത്തവൻ എന്ന്. ദാവീദ് ഒരു സാക്ഷ്യം
സാക്ഷ്യം പ്രാപിച്ചു. ദൈവത്തിന് ബോധിച്ച മനുഷ്യൻ ദൈവത്തിന് ഹൃദയപ്രകാരം ഉള്ളവൻ എന്ന്. പൗലോസ്, പത്രോസ്, ദൈവദാസന്മാരെല്ലാം സാക്ഷ്യം പ്രാപിച്ചവരായിരുന്നു. മോശയ്ക്ക് ദൈവം കൊടുത്ത സാക്ഷ്യം എന്തായിരുന്നു? അവനെ കുറിച്ച് പറയുകയാണ്, ദൈവഗ്രഹത്തിലൊക്കെയും വിശ്വസ്തൻ, ഭൂതലത്തിലുള്ള സകല മനുഷ്യരെക്കാൾ സൗമ്യനത്രേ. അതുകൊണ്ട് ഇതുപോലെ തന്നെ നാമും സാക്ഷ്യം പ്രാപിച്ചവരായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവമക്കൾ സുബോധം പ്രാപിച്ചവരായിരിക്കണം എന്ന് രേഖപ്പെടുത്തുകയാണ്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ സുബോധം പ്രാപിച്ച ചില വ്യക്തികളെ പുതിയ നിയമത്തിൽ ഞാൻ പരിചയപ്പെടുത്താം. ധൂർത്തപുത്രൻ, അവന് സുബോധം വന്നിട്ട് അവൻ പറയുകയാണ്, അപ്പന്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിച്ചെല്ലുവാൻ പോകുകയാണ്. 6000 ഭൂതങ്ങൾ ബാധിച്ച ആ മനുഷ്യന് സുബോധം വന്നിട്ട് അവൻ വസ്ത്രം ധരിച്ച് യേശുവിന്റെ കാൽക്കലിരുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അപ്പോൾ പത്രോസിന് സുബോധം വന്നു എന്ന് രേഖപ്പെടുത്തുകയാണ്. ധൂർത്തപുത്രന്, മുടിയൻ പുത്രന് സുബോധം വന്നതുപോലെ, ആ പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച മനുഷ്യന് സുബോധം വന്നതുപോലെ, ശത്രുവിന്റെ പാളയത്തിൽ കടന്ന പത്രോസ് വിടുതൽ പ്രാപിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവന് സുബോധം വന്നതുപോലെ ദൈവമക്കൾ സുബോധം പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അവിടെ സ്ത്രീകളെ കുറിച്ചാണ്, അവർ രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അവർ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആമേൻ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ അവൻ ക്ഷയിച്ചു പോയാലും ക്ഷീണിച്ചു പോയാലും ഞങ്ങളുടെ അകത്തുള്ള ഒരു മനുഷ്യനുണ്ട്, ആ ഇന്നർ മാൻ ഓരോ ദിവസവും ആമൻ പുതുക്കം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അകത്തെ മനുഷ്യന് ആമൻ പുതുക്കം പ്രാപിക്കണമെങ്കിൽ, ആത്മീക വളർച്ച പ്രാപിക്കണമെങ്കിൽ, ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ അകത്തെ മനുഷ്യൻ എന്താണ് ആവശ്യം? ദൈവവചനം കൊടുക്കണം. ആമേൻ. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ വെള്ളം കുടിക്കാൻ കൊടുക്കണം. ആമേൻ. അങ്ങനെയെങ്കിൽ അകത്തെ മനുഷ്യൻ വളരുവാൻ, ബലപ്പെടുവാൻ, അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിപ്പാൻ ഇടയായി തീരും. ആമേൻ. അടുത്തതായിട്ട് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാം ഓരോരുത്തരും നിദ്ര പ്രാപിക്കേണ്ടവരാണ്, അഥവാ മരണത്താൽ കർത്താവിനോട് ചേരേണ്ടവരാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 60-ാമത്തെ വാക്യത്തിൽ സ്തെഫാനോസ് നിദ്ര പ്രാപിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്ത് താൻ നിദ്ര പ്രാപിച്ചു എന്ന് രേഖപ്പെടുത്തുകയാണ്. നിദ്ര പ്രാപിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ദിവസം ആ ഉറക്കം വിട്ട് ഉണരുന്ന ദിവസമുണ്ട് എന്ന് മറന്നു പോകരുത്. പാട്ടുകാരൻ പാടിയതുപോലെ ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്ല, അതിനു മുമ്പ് കർത്താവിന്റെ വരവാകുന്നുവെങ്കിൽ കാഹളം ധ്വനിക്കുന്ന നാളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ നിദ്ര കൊണ്ട് പ്രിയപ്പെട്ടവർ ആമേൻ അവർ ഉയർത്തെഴുന്നേൽക്കുന്ന സമയം അതിവിദൂരമല്ല. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. തക്കവണ്ണം പ്രാപിക്കുന്ന ഒരു ദിവസം കടന്നു വരികയാണ്. അതുകൊണ്ടല്ലേ എഫെസ്യ ലേഖനം 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പ്രാപിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നാം പ്രതിഫലം പ്രാപിക്കുവാൻ ഉള്ളൊരു ദിവസമുണ്ട്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പൈതലെ, ഇതുവരെ നാം എന്താണ് ചിന്തിച്ചത്? നാം ദൈവസന്നിധിയിൽ പ്രാപിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആമേൻ. സ്തോത്രം. 1-ാമത്തെ വിഷയം എന്ന് പറയുന്നത് ഉന്മേഷമാണ് പ്രാപിക്കേണ്ടത്. 2-ാമത്തെ വിഷയം വാഗ്ദത്തം പ്രാപിക്കണം. 3-ാമത്തെ വിഷയം ആമേൻ ശുശ്രൂഷ പ്രാപിക്കണം. 4-ാമത്തെ കാര്യം പുറമേ ഉള്ളവരോട് നാം സാക്ഷ്യം പ്രാപിച്ചവരാകണം. അടുത്തത് സുബോധം പ്രാപിക്കണം, രക്ഷ പ്രാപിക്കണം. ആമേൻ. അകത്തെയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് നാം നിദ്ര പ്രാപിക്കണം എന്ന് പഠിച്ചു.
ഒടുവിലായിട്ട് കർത്താവ് കടന്നു വന്നു കഴിയുമ്പോൾ ഉയർത്തിക്കെട്ടിയ ബേമ എന്ന വേദിയിൽ വെച്ച്, ആ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ വെച്ച് കർത്താവ് നമുക്ക് പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കുവാൻ, പ്രാപിച്ചത് ദൈവസന്നിധിയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആമേൻ ശുശ്രൂഷിപ്പാനും പ്രയോജനപ്പെടുത്തുവാനും താലന്തുകൾ വ്യാപാരം ചെയ്യുവാനും കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വചനം കേട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ദൈവകരത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും, എല്ലാവരെയും ശക്തീകരിക്കും, സഹായിക്കും. ഈ വചന ശുശ്രൂഷ മുഖാന്തരം ദൈവസന്നിധിയിൽ താണിരുന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആമേൻ ശക്തമായ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ നിന്നും ചിലത് പ്രാപിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായും സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ഐശ്വര്യമായി സഹായിക്കട്ടെ. ഇതുവരെയും ശാന്തമായി ദൈവവചനം കേട്ട നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ കഴിയും. അല്ല എങ്കിൽ ആമേൻ സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ മിനിസ്ട്രിയെ ഓർത്തുകൊണ്ട് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ ഒരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാളെ കർത്താവ് അനുവദിച്ചാൽ മറ്റൊരു വിഷയവുമായി നാം വീണ്ടും കാണും വരെയും God bless you.